നെടുങ്കണ്ടം മഞ്ഞപ്പാറ വില്ലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞപ്പാറ ടൗണും പരിസരവും ശുചീകരിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ഞപ്പാറ വില്ലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞപ്പാറ ടൗൺ ശുചീകരണം നടത്തി. ക്ലബിലെ 20ഓളം അംഗങ്ങൾ ചേർന്നാണ് ടൗണും പരിസരവും ശുചീകരിച്ചത്. മഞ്ഞപ്പാറയിലെ വില്ലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കുന്ന മഞ്ഞപ്പാറ ടൗൺ ക്ലീനിങ് ആണ് ഇവിടെ നടക്കുന്നത്. മഞ്ഞപ്പാറ പ്രദേശം വളരെ കാലമായി ഇത്തരത്തിലൊരു ക്ലീനിങ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കൂടുകളുടെ ഒരു വളരെ മലിനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്ത് മഞ്ഞപ്പാറയെ ഒരു പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്ലബിൻ്റെ അംഗങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മഞ്ഞപ്പാറയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് വില്ലീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഈ മാസം തുടക്കത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പ്രദേശത്തെ ആളുകളെ ഒരുമിച്ച് നിർത്തുവാനും യുവാക്കളെ സമൂഹത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ലഹരിയും മൊബൈൽ അഡിക്ഷനും ഉൾപ്പെടെയുള്ളവ കുറച്ചുകൊണ്ടുവരുന്നതും ലക്ഷ്യമിട്ടാണ് ക്ലബിന് രൂപം നൽകിയത്. ക്ലബിനോടനുബന്ധിച്ച് ചെസ്, ക്യാരംസ് തുടങ്ങിയവ കളിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കുട്ടികളുടെ ഫുട്ബോൾ ടീം, ഷട്ടിൽ, ക്രിക്കറ്റ് ടീമുകൾ എന്നിവയ്ക്കും രൂപം നൽകിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡരികിലും വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപവും കിടന്നിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്കുകൾ, പേപ്പർ മാലിന്യങ്ങൾ എന്നിവ ശേഖരിച്ചു. കൂടാതെ റോഡിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മണലും മണ്ണും നീക്കം ചെയ്യുകയും ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി ചന്ദ്രന്റെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന ക്ലബ്ബ് അംഗങ്ങൾ ക്ലീനിങ്ങിൽ പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് റോബിൻ പന്തിരുവാറ, സെക്രട്ടറി ടിബിൻ തച്ചേരിൽ, കമ്മിറ്റി അംഗങ്ങളായ വിനോദ്, റിജോ, മനോജ്, രാജീവ്, അനന്തു, ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.